കേരളത്തിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കൂടി, നേരത്തെ അപ്പോഴത്തേക്ക് ചെറുകിടക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളത് സംസാരിച്ചു പോകുമായിരുന്നല്ലോ. അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സഞ്ജീവ് പുരി ഉണ്ടായിരുന്നു, ICCയുടെ CIIയുടെ ചേംബർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ പ്രസിഡന്റ്, അധ്യക്ഷൻ. അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം ITC ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയാണ്, പ്രധാനപ്പെട്ടയാളാണ്. അദ്ദേഹം ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നു അങ്കമാലിയിൽ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ITC ഗ്രൂപ്പ് കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഹോട്ടൽ വ്യവസായ ശൃംഖലയാണ്. അവർക്ക് കുമരകത്ത് ഇപ്പോൾ അവരുടേതായിട്ടുള്ളൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഏറ്റവും അധികം ഹോട്ടലുകളുള്ള ITC ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി അത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തൊരു വളരെ പ്രധാനപ്പെട്ട സാധ്യതയാണ്. ഇപ്പോൾ മണിപ്പാലിലെ വക്ഷ എന്ന് പറയുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് അതിൻ്റെ കോഴ്സ് നടത്തിപ്പ് ITC ഗ്രൂപ്പാണ്. അപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒന്നാണ്. അവർ കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആരംഭിക്കാൻ പോകുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നതും ഇന്നലത്തെ ഒരു ദിവസത്തിൻ്റെ ഭാഗമായി വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതും വളരെ ശ്രദ്ധേയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്തരത്തിൽ നിരവധി പ്രഖ്യാപനങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. ഇന്ന് അതിലൊരു ക്രോഡീകരണം അല്ലേ, അതിൻ്റെ ഒരു എൻഡിങ് സെഷനിലേക്ക് എത്രത്തോളം സംരംഭകർ വന്നു, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവരൊക്കെ താല്പര്യപ്പെടുന്നത് എന്നതിനുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ വിശദീകരിച്ച് മന്ത്രി P. രാജീവ് തന്നെ വാർത്താ സമ്മേളനം അദ്ദേഹം അത് പറഞ്ഞത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൻ്റെ വ്യവസായത്തെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു ഇംപ്രഷൻ നമ്മുടെ ആളുകൾ തന്നെ, അത് രാജീവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു പുറം നാട്ടിൽ പോയാൽ കേരളത്തെക്കുറിച്ച് ഏറ്റവും മോശമായി പറയാൻ വ്യഗ്രത കാട്ടുന്നത് നിർമ്മാണ നമ്മുടെ കൂട്ടത്തിൽ ചിലരൊക്കെ തന്നെയാണ്. അവിടെ ഇതൊന്നും നടക്കും എന്ന് പറയുന്ന ഒരു ബോധ്യവുമില്ലെങ്കിലും പറഞ്ഞു കളയുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് ഈ മാധ്യമ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അമേരിക്കയിൽ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രാക്റ്റീവ് സെഷനിൽ ഒരു തവണ ഒരു ചോദ്യം വന്നു. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിയാണ്, ലോക്സഭാംഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു കേരളത്തിലെ റോഡുകളെക്കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് ശരിയല്ല നിങ്ങൾ ഈ പറയുന്നത് കേട്ടോ, കേരളത്തിലെ റോഡുകൾ വലിയ നിലയ്ക്ക് മെച്ചപ്പെട്ട് കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ തമിഴ്നാട്ടിലേക്കോ മറ്റോ ഗ്രാമീണ ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒരു UDF ജനപ്രതിനിധിയാണ് എന്നുള്ളത് ഞാനപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം വെച്ചാൽ അത് പറഞ്ഞല്ലോ, ഒരു വസ്തുത അവരോട് സംസാരിക്കാൻ തയ്യാറായല്ലോ എന്ന് എനിക്കപ്പോൾ തോന്നുകയും ചെയ്തു. ഞാനത് മറക്കാതെ വെച്ച എൻ്റെ മനസ്സിലുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം ഉണ്ട്. ആ മനോഭാവത്തിൽ വിനിഷ, ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ KSIDC ഇതിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാർ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനോട് കണക്ട് ചെയ്തൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ശരത്ത്. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ് വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു, മന്ത്രി P. രാജീവ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ വസ്തുത രാവിലെ കാട്ടിയും കൊടുത്തു. എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് ഒരു UDF പ്രതിനിധി മൂവാറ്റുപുഴ MLA ഇതേക്കുറിച്ച് ചോദിക്കുന്നു. കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് മൂവാറ്റുപുഴ MLA. ഓ അത് ശരി, അങ്ങനെ പേരെടുത്ത് പറയണോ? അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാവുന്ന. അപ്പോൾ ഇത്തരം കണക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ശശി തരൂരിന് അദ്ദേഹം ക്ലാസ് എടുത്തായിരുന്നു. അദ്ദേഹം ഇത് പറഞ്ഞു, എങ്ങനെയാണ് കേരളം, താങ്കളുടെ കണക്കുകൾ എങ്ങനെയാണ്. നൃപൻ ചക്രവർത്തി പൊളിച്ചടിക്കുകയും കൊടുത്തു. അതെ, ആ മാത്തമാറ്റിക്സ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഇതാണ് കണക്കെന്നൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതുപോലെ അമിതാഭ് കാന്ത് CEO, നീതി ആയോഗിന്റെ മുൻ CEO പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് നൃപൻ സംസാരിക്കുന്നു. വെളറി വെളുത്ത് വെള്ളം കുടിച്ചു നിൽക്കുന്ന മാത്യു കുഴൽനാടനെ നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, മാത്യു കുഴൽനാടൻ സഭയിൽ ഈ കാര്യങ്ങൾ ചോദിക്കുന്ന നിയമസഭയിൽ കണക്കുകൾ കൊണ്ടുവന്ന് ആധികാരികമായി സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു. മന്ത്രി P. രാജീവ് അതിന് മറുപടി പറയുന്നുണ്ട്, ഇടപെട്ട്. മന്ത്രി പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഇത് ഡോക്യുമെന്റായി സഭയിൽ വരുമല്ലോ, ഇത്തരം അസംബന്ധങ്ങൾ സഭയിൽ ഡോക്യുമെന്റായി വരുമല്ലോ എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറയുന്നത്. ഏത് രീതിയിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിങ് എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് BRAP ആക്കി മാറ്റിയത്, അത് കൃത്യമായി സഭയിൽ അത് ഡോക്യുമെന്റായി ഇങ്ങനെ തന്നെ വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സഭയിൽ, കാരണം ഇത് വിഭാവനം ചെയ്തത് മാത്രമല്ല ശരത്ത്, നിയമനിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്, നിയമസഭയിൽ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെയാണ് സർക്കാരിന്റെ ഇച്ഛാശക്തി എന്ന് നമ്മൾ പറയുന്നതിന്റെ കൃത്യമായ അടിസ്ഥാനം സഭാരേഖകളിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ രാജീവ് മന്ത്രി സഭയിൽ പറഞ്ഞ ആ വീഡിയോ അതൊന്ന് കണ്ടുവരാം നമുക്ക്. പറഞ്ഞു, മൂവാറ്റുപുഴ അംഗം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ റാങ്കിൽ വന്നിട്ടില്ല, അതെന്തോ പരീക്ഷ എഴുതിയ പോലെയാണ്, നമ്മൾ ആസ്പിരന്റിലാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹം നിൽക്കുന്നത് 2020 റാങ്കിങ്ങില്ല.
അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ആസ്പിരന്റിലായിരുന്നു. ഇപ്പൊ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ്, BRAP ആണ്, 2021 മുതൽ തന്നെ. അതിൽ അദ്ദേഹം പറഞ്ഞ അന്ന് ശരിയായിരുന്നു, അന്ന് നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു. എമർജിങ് ആസ്പിരന്റ്, അച്ചീവർ, ടോപ്പ് അച്ചീവർ ആണ് അന്ന് അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി എന്നുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും 9 എണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ്, 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ് അവർ രണ്ടാമതായിരുന്നു. ഇപ്പൊ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബു നായിഡുവിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം, ഞങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലേ തട്ടിയെടുത്തത്, ഞങ്ങൾ തിരിച്ചു പിടിക്കുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. ഇതേവരെ ആന്ധ്രയായിരുന്നു 1ാം സ്ഥാനം. എന്നിട്ട് നമ്മൾ വ്യവസായത്തിൽ 1ാം സ്ഥാനമായെന്നല്ല നമ്മൾ പറയുന്നത്. വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പ്ലാനിൽ നമുക്ക് അംഗീകാരം കിട്ടി. അവന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2021 മുതൽ. ഇത് ലോകബാങ്കിന്റെ ഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 2021 മുതൽ അതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. അല്ലാതെ വേറെ റാങ്കിങ് ഇല്ല ഇന്ത്യയിൽ. ഏക റാങ്കിങ് അതാണ്. അത്തരത്തിലാണ് UDF പ്രതിനിധികൾ. എത്ര ക്ലാരിറ്റിയോടെയാണ്. ഒരുപക്ഷെ ഇന്ന് ഇതിൽ ഒരു കഥയുമില്ലാത്ത വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി രേഖകളും ദൃശ്യങ്ങളും സഹിതമാണ് കൈരളി ന്യൂസ് രാവിലെ മറുപടി. വാർത്താ സമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് പറഞ്ഞത് എന്താണ്? നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തെറ്റായ വിവരങ്ങൾ, നേരത്തെ വിനിഷ പറഞ്ഞ പോലെ സഭാരേഖകളിൽ ഇടം പിടിക്കരുത് എന്നുള്ളതുകൊണ്ട്, അതായത് ആസ്പിരന്റ് എന്ന് പറയുന്ന ആ ഒരു 3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു റേറ്റിംഗ്, അവിടെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നതെന്നുള്ള നിലയിലോ മറ്റുമാണ് കുഴൽനാടനെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് മന്ത്രി രാജീവൻ അങ്ങനെയല്ല. പക്ഷെ അപ്പോഴും മന്ത്രി പറയുന്നുണ്ട്, ഇതിനർത്ഥം വ്യവസായത്തിൽ രാജ്യത്ത് നമ്മൾ ഒന്നാമതെന്നൊന്നും അല്ല പറയുന്നത്. വ്യവസായത്തിനുള്ള സൗഹൃദത്തിനുള്ള അന്തരീക്ഷം ഒരുക്കൽ, നിക്ഷേപം ചെയ്യുന്നവരുടെ സാഹചര്യം കേരളത്തിലുണ്ട്, ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ട്. അതിൽ നമ്മളാണ് രാജ്യത്തൊന്ന്. ഇത്ര വ്യക്തതയോടൊരു കാര്യം പറയുമ്പോഴും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചില ഒരടിസ്ഥാനവുമില്ലാത്ത വിവാദങ്ങളിലേക്ക്? അത് കേരളത്തിന് ഒരിക്കലും ഗുണമല്ല. ഇന്നലെ പ്രതിപക്ഷത്തെക്കുറിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞൊരു വാചകം കൂടി പറയാം. അദ്ദേഹം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പറഞ്ഞത്, നിശ്ചയമായും പ്രതിപക്ഷം എന്നത് ഭരണപക്ഷ വിരുദ്ധമാകണം, പക്ഷേ അത് കേരള വിരുദ്ധരാകരുത് എന്ന് പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന, പറയുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ പ്രതിപക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ KSIDCയുടെ അധ്യക്ഷൻ ശ്രീ ബാലഗോപാൽ പ്രമുഖ വ്യവസായിയാണ്, ഫെഡറൽ ബാങ്കിന്റെ മുൻ ചെയർമാനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനം നടത്തുന്നയാളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ വ്യവസായത്തെക്കുറിച്ച് ഏറ്റവും മോശപ്പെട്ട പ്രചരണം നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി എത്രയോ കാലമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ മൂവ്മെന്റിലൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്ന് പറയേണ്ടത് തന്നെയാണ്.